പെണ്ണെ ഒത്തിരി ഒന്നും ഒരുങ്ങണ്ട, നിന്നെ കാണാത്ത ആളൊന്നും ഇല്ലല്ലോ. അതൊക്കെ ശരിയാ. പക്ഷെ എന്നാലും എനിക്കൊരു ടെൻഷൻ പോലെ. അമ്മയ്ക്കും ചേട്ടത്തിക്കൊക്കെ ഇഷ്ടാവോ? നിനക്കിഷ്ടമാണല്ലോ, അത് മതി. നിനക്ക് അവരോടുള്ള സ്നേഹവും ആത്മാർത്ഥയൊക്കെ എനിക്ക് നേരത്തെ മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാനിതിവിടെ വീട്ടിൽ അവതരിപ്പിച്ചതും അമ്മയെക്കൊണ്ടും ചേട്ടനെക്കൊണ്ടും ഈ സമ്മതിപ്പിച്ചെടുത്തതും. അതൊക്കെ എന്തായാലും ചേട്ടത്തിയുടെ കഴിവ് തന്നെയാണ്, സമ്മതിച്ചേ പറ്റൂ. ഞാനായിട്ട് വീട്ടിലിത് അവതരിപ്പിച്ചിരുന്നെങ്കിൽ എന്തായാലും എൻ്റെ വീട്ടുകാർ സമ്മതിക്കില്ല. ചേട്ടത്തിയായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് അത് നൈസായിട്ട് അങ്ങ് സമ്മതിച്ചു. അതിൻ്റെ കിടപ്പാട് എന്തായാലും എനിക്ക് ജീവിതകാലം മുഴുവൻ ഉണ്ടാവും. അമ്മയെപ്പോലെ ഞാനും എന്തായാലും എക്സൈറ്റഡ് ആട്ടോ. ഫോട്ടോ ഒന്നും ഇതുവരെ കാണിച്ചു തന്നില്ല. എന്തായാലും ഇത്രയും സപ്പോർട്ട് ചെയ്ത് കൂടെ വന്ന് എനിക്കൊരു ഫോട്ടോ നീ കാണിച്ചു തരാണ്, ഇത് ഭയങ്കര മോശമായിപ്പോയി. അതൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ കാണിക്കാൻ ഞാൻ ഇന്ന് വരുമല്ലോ, അപ്പം കാണാം. ആ നിന്റെ ചെക്കൻ വന്നെന്ന് തോന്നുന്നു, കാറിൻ്റെ സൗണ്ട് കിട്ടും. ഞാനെന്തായാലും പോയിട്ട് വെള്ളം എടുക്കാട്ടാ. നീ വേറെ റെഡി ആയിട്ട് അങ്ങോട്ട് ചെല്ലാൻ നോക്ക്. അമ്മേൻ്റെ വീട്ടിലായിരിക്കും ഉണ്ട്. അച്ഛനും അമ്മയും അനിയത്തിയും. ഈ സൗണ്ട് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ, നല്ല പരിചയമുള്ള സൗണ്ട്. എന്റെ ദൈവമേ, ഇവനാ? ഞാനിപ്പോ എന്താ കണ്ടേ? ഇവനായിരുന്നാ? വൈശാഖ് എന്നോട് ക്ഷമിക്കണം, നമ്മുടെ കാര്യം വീട്ടിൽ സമ്മതിക്കില്ല. അതിന് നീ നിന്റെ വീട്ടിൽ പറഞ്ഞോ? വീട്ടിൽ പറഞ്ഞില്ല, പക്ഷെ എനിക്കറിയാം എൻ്റെ വീട്ടുകാർ സമ്മതിക്കില്ല. വൈശാഖിന് എന്നേക്കാൾ നല്ലൊരു പെൺകുട്ടിയെ കിട്ടും. ഇനി എന്നെ പുറകെ വരരുത്, അന്വേഷിക്കുകയും ചെയ്യരുത്. എന്റെ ദൈവം, ഇതിനാണ് ഞാൻ അവക്ക് കൂട്ടുന്നത്. ഇവനാണ് ഞാൻ അറിഞ്ഞില്ലല്ലോ. അവളെന്ത് ചെയ്യും? സ്നേഹേ, സ്നേഹേ ഇങ്ങോട്ട് വന്നേ. എന്നെ വിളിക്കുന്നു. എങ്ങനെ ഞാൻ പോവും? പോവാതെ ഡൗട്ട് ആവും. പോവാണ്ടും പറ്റില്ല. ഞാൻ അവന്റെ വീട്ടിൽ എങ്ങനെ പോയി നിൽക്കും? അയ്യോ, ഇതാണ് എൻ്റെ മരുമോള് സ്നേഹ, ചിഞ്ചുവിൻ്റെ ഒരേ ഒരു നാത്ത്. എനിക്കറിയാം, ചിഞ്ചു പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഏട്ടത്തി ഞാൻ കണ്ടുപിടിച്ച ചെക്കൻ? എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ, അടുത്ത പ്രാവശ്യം അച്ഛനും അമ്മയും കൂട്ടിക്കൊണ്ടുവരാം. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ചടങ്ങിന് വലിയ മാറ്റങ്ങളൊന്നും വരണ്ട അല്ലേ? അങ്ങനെ ആവട്ടെ. അമ്മേ ശരി എന്നാ. ചേച്ചി കൊള്ളാടി നിന്റെ സെലക്ഷൻ, കൊള്ളാം. നിന്റെ തെരഞ്ഞെടുപ്പ് എന്തായാലും നന്നായി. എന്താണ് ഇവിടെ നടക്കണത്? അയ്യോ, ഞാനിത് സമ്മതിക്കില്ല. അയ്യോ, എന്റെ പഴയ കാമുകൻ, ഞാൻ തേച്ചിട്ട് പോയി എന്റെ പഴയ കാമുകൻ എന്റെ ഭർത്താവിന്റെ അനിയത്തെ കെട്ടാൻ വന്നേക്കുന്നത്. അതിന് കുട പിടിച്ചു കൊടുത്തു ഞാൻ. ആലോചനക്ക് കുട പിടിച്ചു കൊടുക്കാൻ പോയി എന്റെ ദൈവമേ, ഞാൻ എന്ത് ചെയ്യാ? അവൻ ചേച്ചിന്ന് എന്നെ വിളിക്കുന്നു. പണ്ട് വാവേ ചക്കരെ പൊന്നേന്ന് വിളിച്ചുകൊണ്ടിരുന്നവൻ എന്നെ ചേച്ചിന്ന്. അയ്യോ ദൈവമേ, ഈ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. അയ്യോ, ഇതെങ്ങനെയെങ്കിലും മുടക്കണം. അയ്യോ, ഈ വീട്ടിലോട്ട് അവൻ എങ്ങനെ കയറി വരും? അവൻ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും? എങ്ങനെയും മുടക്കിയേ പറ്റൂ, ഇങ്ങനെ മുടക്കിയേ പറ്റൂ. നീ ഇവിടെ വന്ന സ്വന്തമായിട്ട് ആലോചിക്കുകയാണോ? നിനക്ക് എന്നാ പറ്റി? നീ അങ്ങോട്ടൊന്നും മര്യാദയ്ക്കൊന്നും സംസാരിച്ചു പോലും ഇല്ലല്ലോ. വലിയ എല്ലാത്തിനും ഉഷാറായിട്ട് മുന്നിൽ നിന്നിട്ട് ആ പയ്യനോടൊന്നും മര്യാദയ്ക്ക് സംസാരിച്ചില്ല പെണ്ണ്. അമ്മേ, എനിക്ക് ആ പയ്യനെ ഇഷ്ടപ്പെട്ടില്ല. ചിഞ്ചുര് ചേരുമെന്ന് തോന്നണില്ല. നീ എന്നെ ഈ പറയുന്നേ? കാണാൻ നല്ല പയ്യനാ, ചിഞ്ചുര് നന്നായിട്ട് ചേരും. എനിക്കങ്ങ് വല്ലാണ്ട് ഇഷ്ടമായി. അമ്മ പുറത്തെ ഭംഗി മാത്രമേ അമ്മ കാണുന്നുള്ളൂ. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ കണ്ണ് നോക്കി അറിയാം അവരുടെ സ്വഭാവം എന്താണെന്ന്. ആ പയ്യനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, അവൻ നമ്മുടെ ചിഞ്ചുവിനെ കരയിപ്പിക്കും. അമ്മേ, അവൾക്കൊരു സമാധാനമുള്ള ജീവിതം അവൻ്റെ കൂടെ ജീവിച്ചാൽ കിട്ടില്ല. നമുക്കേ ഇതിലും നല്ലൊരു പയ്യനെ വേറെ നോക്കുന്നതല്ലേ നല്ലത്. എൻ്റെ സ്നേഹേ, നിന്റെ കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. നീയല്ലേ ഈ കല്യാണത്തിന് ആകെ കൂടി മുൻകൈ എടുത്ത ആള്. അവളുടെ കാര്യം അവൾ പറഞ്ഞ വഴിക്ക് നീ ഞങ്ങളോട് വന്ന് അവതരിപ്പിച്ച് ആ പയ്യനെ കുറിച്ച് ഒന്നും അറിയാത്തതുകൊണ്ട് എനിക്ക് ഇഷ്ടക്കുറവുണ്ടായിരുന്നു. കണ്ടിട്ടുമില്ല എവിടത്തെ ഒരു പയ്യൻ, അങ്ങനെ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ എല്ലാം മനസ്സും മാറ്റി ഇത്രയൊക്കെ എത്തിച്ചിട്ട് ആ ചെറുക്കൻ വന്ന് വീട്ടിലും വന്നു. എന്നിട്ടാണോ നീ വാക്ക് മാറ്റുന്നത്? എൻ്റെ അമ്മ, അതിനിതൊന്നും ആയില്ലല്ലോ. ഒരു ചെറുക്കൻ വന്നിങ്ങനെ ഒന്ന് കണ്ടല്ലേ ഉള്ളൂ. മര്യാദയ്ക്കുള്ളൊരു പെണ്ണുകാണൽ ചടങ്ങ് പോലും ഇതുവരെ ആയില്ല. അതിന് മുന്നേ എന്താ? ഇപ്പം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിയ ചിഞ്ചുവിനും മനസ്സിലാവും. നമ്മളായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം.
പിന്നെ ഞാൻ ഈ പയ്യനെക്കുറിച്ച് വേറെ ഒന്ന് അന്വേഷിച്ചായിരുന്നു. അപ്പോൾ നാട്ടുകാരൊക്കെ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഈ ചെക്കൻ്റെ സ്വഭാവം അത്ര ശരിയല്ല. ഈ കൂടെ ജോലി ചെയ്യണ ഏതൊരു പെണ്ണിൻ്റെ കൂടെ ലിവിങ് ടുഗദറാന്നാണ് കേട്ടത്. അവിടെ പിന്നെ നാട്ടിലൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര വെള്ളോടിയും കണ്ട മയക്കുമരുന്നൊക്കെ ഉപയോഗം ഉണ്ടെന്ന് കേട്ടത്. ഇങ്ങനൊരു പയ്യൻ നമ്മുടെ ചിഞ്ചുവിന് വേണോ അമ്മേ? അങ്ങ് വേണ്ടാന്ന് വെക്കാം. നല്ല പയ്യൻ വരും, ഞാൻ കൊണ്ടുവരാം. സ്നേഹ, നീ എന്നെ പറയുന്ന ആ പയ്യനെ കണ്ടാൽ പറയോ നീ പറഞ്ഞ സ്വഭാവമുള്ള ചെറുക്കനാന്ന്? നല്ല നാന്തരം പയ്യൻ, കണ്ടാ അറിയാം, ഓരോരുത്തരെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ ഈ നാട്ടുകാർ ഈ കല്യാണം ആവാറായ ചെറുക്കൻ്റെയും പെണ്ണുങ്ങളുടെയൊക്കെ പുറകെ നടക്കുന്നത് തന്നെയാണ്. അതുങ്ങൾ എങ്ങനെയെങ്കിലും മുടക്കാൻ നടക്കുക, പൊടുപ്പും നുങ്ങലൊക്കെ കൂട്ടി അത് എങ്ങനെയെങ്കിലും മുടക്കാൻ നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർ വല്ലതും പറഞ്ഞുണ്ടാക്കുന്നതായിരിക്കും. ഇതൊക്കെ എത്ര കേട്ടേക്കുന്നു. എൻ്റെ മോളെ ഇവിടുത്തെ എൻ്റെ മോന് നിൻ്റെ കല്യാണാചന വന്ന സമയത്ത് തന്നെ നിന്നെക്കുറിച്ച് പല കാര്യങ്ങളും ഇവിടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം കല്യാണമൊക്കെ ഉറപ്പിക്കാറൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം നിൻ്റെ നാട്ടുകാരെന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞ് പെണ്ണിൻ്റെ സ്വഭാവം അത്ര ശരിയല്ല, പെണ്ണിന് വേറെ ചെറുക്കന്മാരായിട്ട് ബന്ധമുണ്ട്, പല കാമുകന്മാരുണ്ടായിരുന്നു എന്നൊക്കെ വിളിച്ചു പറഞ്ഞു. ഞങ്ങൾ വല്ലതും വിശ്വസിച്ചോ? അതൊന്നും വിശ്വസിക്കാതിരുന്നതുകൊണ്ടാണ് എൻ്റെ മോൻ നിന്നെ കെട്ടിയത്. അത്രയേ ഉള്ളൂ. ഇതൊക്കെ ആൾക്കാർ വല്ലതും പറഞ്ഞുണ്ടാക്കാം. നമ്മളൊക്കെ അതൊക്കെ ചിന്തിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. അതൊന്നും കാര്യമൊന്നും വേണ്ട. നമ്മളായിട്ട് ഇനി ചിഞ്ചുവിൻ്റെ ഈ ഇഷ്ടത്തിനെതിരെ നിൽക്കേണ്ടതെന്ന് ഞാൻ പറയത്തുള്ളൂ. അവളുടെ ഇഷ്ടത്തിന് നോക്കട്ടെ. കണ്ടിട്ട് എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത പയ്യനുമാണ്, പെരുമാറാനും ഒക്കെ കുഴപ്പമില്ലാത്തൊരു പയ്യൻ. എന്തിനാ നമ്മളായിട്ട് എതിരെ നിൽക്കണേ? അത് പോട്ടെ, സാരമില്ല. നീ വെറുതെ ഇതൊന്നും പറഞ്ഞ് ചിഞ്ചുവിനോട് ചെല്ലണത്, അവൾക്ക് വിഷമായി പോകും കേട്ടോ. ഈ തള്ള സമ്മതിക്കില്ലല്ലോ. ഇത് നടത്തിയേ തീരുള്ളൂ തോന്നുന്നു. ദൈവമേ, ഇതെങ്ങനെ മുടക്കണം? അല്ലാണ്ട് പറ്റത്തില്ല. അയ്യോ, പണ്ട് ബാവയെന്ന് വിളിച്ചോണ്ട് നടത്തവൻ ഇന്ന് എന്നെ ചേച്ചിന്ന് വിളിക്കുന്ന. ഈ വീട്ടിലോട്ട് എന്നെ കയറി വരും അവളെ കെട്ടിക്കൊണ്ട്. അയ്യോ എൻ്റെ പൊന്നു, എന്തൊരു കത്തികേടാണ്. അല്ല, എൻ്റെ ചരിത്രകാരാണ് എൻ്റെ കല്യാണത്തിന് മുന്നേ ഇവിടെ വിളിച്ചു പറഞ്ഞത്. ഏത് തലവിലാത്തികളാണ്? അയ്യോ എൻ്റെ ദൈവമേ. എടുത്തി വല്ലാത്തൊരു ടെൻഷൻ. ഒന്നല്ല. അല്ല, നീ ഇത് ശരിക്കും ആലോചിച്ചിട്ടാണ് ഇതിന് ഇറങ്ങി പുറപ്പെട്ടെ? എനിക്ക് പയ്യനെ കണ്ടപ്പോൾ ഒരു വശപ്പശയൊക്കെ തോന്നി. എനിക്കിതിന് നല്ല പയ്യനെ കിട്ടില്ലേ? ചേട്ടത്തി, ഞാനും വൈശാഖേട്ടനെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടേ ഒരു 2 വർഷമായി. അന്നോട്ട് ഇന്ന് വരെ ഒരു കാര്യം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചു വെച്ചിട്ടില്ല. ഞങ്ങൾക്ക് 2 പേർക്കും ഉറപ്പുണ്ട്. ആത്മാർത്ഥമായിട്ട് എന്നെ സ്നേഹിച്ച് കല്യാണം കഴിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചതാണ്. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി ഞാൻ വൈശാഖേട്ടനെ ഉപേക്ഷിച്ചാൽ ഞാനും ചേട്ടത്തിയും തമ്മിൽ എന്താ വ്യത്യാസം? നീ എന്തേ പറയണേ? എനിക്കൊന്നും മനസ്സിലാവില്ല. ചേട്ടത്തി, വൈശാഖേട്ടനെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ എനിക്കറിയായിരുന്നു, പിന്നെ ഞാനായിട്ടൊന്നും പറയാതെ തന്നെയാണ്. നിങ്ങളുടെ കഥകളും നിങ്ങൾ സ്നേഹിച്ച് നടന്നതും, കുറേ വർഷങ്ങൾ വൈശാഖേട്ടനായിട്ട് സ്നേഹിച്ച് നടന്നിട്ട് എൻ്റെ ചേട്ടൻ കല്യാണാചന വന്നപ്പോൾ ചേട്ടത്തി നൈസായിട്ട് വൈശാഖേട്ടനെ തേച്ച കാര്യമൊക്കെ കുറേ അനുഭവിച്ചു. ചേട്ടത്തി ഇട്ടിട്ട് പോയതിന് ശേഷമേ പുള്ളി ജീവിതം കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയുടെ സമയത്താണ് ഞാനും വൈശാഖേട്ടനെ തമ്മിൽ പരിചയപ്പെടുന്നത്. അന്നോട്ട് ഇന്ന് വരെ ഇന്ന് വൈശാഖേട്ടനെ കണ്ടില്ലേ, ആ ഒരു രൂപത്തിൽ ഞാൻ ആക്കിയെടുത്തത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് ആക്കിയെടുത്തതിൽ എനിക്ക് നല്ല പങ്കിട്ട്. ഞാൻ ഒരുപാട് ആ മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ട്. എന്നെയും അങ്ങനെ ഒരാളെ ഇനി ഒരു കുഴിയിലോട്ട് തള്ളിയിട്ടിട്ട് ഒറ്റപ്പെടുത്താൻ ഞാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. ആരൊക്കെ എതിർത്താലും എന്തൊക്കെയാണെങ്കിലും ഞാൻ വൈശാഖേട്ടനെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ. പിന്നെ പഴയ കാര്യങ്ങളൊക്കെ വൈശാഖേട്ടൻ മറന്നു, ഞാനും മറക്കും. ഞാനിത് ആരോടും പറയാനും പോകുന്നില്ല. അത് എനിക്കും കൂടെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. ചേട്ടത്തി അങ്ങ് മറന്നേക്കുന്നേ. പഴയ കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുന്ന എന്തിനാ?